देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवां स्वस्तनोभिर्व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु शान्ति शान्ति शान्ति। ഉപനിഷത്തിനെ കുറിച്ചൊരു പ്രാഥമിക പരിചയം ചെയ്ത ശേഷം ശാന്തി മന്ത്രം ശ്രദ്ധിച്ചു. അനന്തരം ആദ്യത്തെ 2 മന്ത്രങ്ങളാണ് പ്രാഥമികമായി ശ്രദ്ധിച്ചത്. അവിടെ 6 ജിജ്ഞാസുക്കൾ, ജീവിതത്തിൽ നിഷ്ഠ പുലർത്തുന്നവർ, പരമമായ സത്യത്തെ അന്വേഷിക്കുന്നവർ, പിപ്പലാദ മഹർഷിയെ പ്രാപിച്ച് തങ്ങളുടെ ജിജ്ഞാസ പ്രകടമാക്കുകയാണ്. മഹർഷിയാകട്ടെ അവരോട്, നിങ്ങൾ തപസ്വികളാണെങ്കിലും 1 വർഷം എൻ്റെ കൂടെ താമസിച്ച് ശ്രദ്ധയോടെ, തപസ്സോടെ, ബ്രഹ്മചര്യത്തോടെ എൻ്റെ കൂടെ താമസിച്ച് അനന്തരം എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഇന്നതേ ചോദിക്കാവുന്നില്ല. അറിയുന്നതാണെങ്കിൽ അവയ്ക്ക് മറുപടി പറയും. ഇവിടെ പ്രശ്നോപനിഷത്തിൻ്റെ ഒടുവിൽ നമ്മളതിപ്പോൾ പറയേണ്ട, സൂചിപ്പിക്കുകയാണ്. ഉപദേശം മുഴുവൻ ചെയ്ത ശേഷം ഗുരുനാഥൻ പറയുന്നുണ്ട്, നാതഃ പരമസ്തി എന്ന്. ഇതിനപ്പുറത്ത് ഇനി ഒന്നില്ല എന്ന്. അതിനു മുമ്പ് വളരെ വിനയാന്വിതമായി പറയുന്നുണ്ട്, ഏതാവദേവാഹം ബ്രഹ്മവേദ, ഈ ബ്രഹ്മത്തെ ഇത്രയേ എനിക്ക് അറിയൂന്ന്. നോക്കൂ, ഈ പരമസത്യത്തെക്കുറിച്ച് ഇത്രയേ എനിക്ക് അറിയുള്ളൂ. എന്നിട്ട് പറയുകയാണ് നാത പരമസ്തി, അതിനപ്പുറത്ത് ഇനിയൊന്നില്ല എന്ന് പറയാൻ കഴിയുന്ന ആചാര്യനാണ് എന്ത് പറയുന്നത്, യതി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമ. നമുക്കറിയുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളോട് എല്ലാം പറഞ്ഞു തരുന്നു. ഈ എല്ലാം പറഞ്ഞു തരും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ശാസ്ത്രത്തിലും പൂർണ്ണമായി ശിഷ്യോപദേശം ചെയ്യില്ല ഗുരു. ഒരു ശാസ്ത്രം കുറച്ചൊന്ന് മാറ്റിവെക്കും, ഒന്നുമില്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും മാറ്റിവെക്കും. എന്നാൽ വേദാന്തത്തിലാണ് ഗുരു ശിഷ്യൻ തുടങ്ങിയ വ്യത്യാസങ്ങളില്ലാത്ത ആ ഏകമായ സത്യം, അതിനനുസൃതമായി തന്നെയാണ് ഉപദേശവും. ഏതായാലും ഇങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശിഷ്യന്മാർ അല്ല ജിജ്ഞാസുക്കൾ
ഗുരുനാഥൻ്റെ കൂടെ താമസിക്കുകയാണ്. ഒട്ടും എളുപ്പമല്ല ഗുരുവിൻ്റെ കൂടെ താമസിക്കൽ. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ പോലും ഗർവിനെ പോലും പുറത്തേക്ക് കൊണ്ടുവന്ന് ഗുരുനാഥനെ ഇല്ലാതാക്കും. കഠിനമാണ്. പുറമേ നിന്ന് ഉപദേശം കേൾക്കാനും പ്രസംഗം കേൾക്കാനൊക്കെ സുഖമായിരിക്കും. പക്ഷേ ഗുരുനാഥൻ്റെ കൂടെ പോയി താമസിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഒട്ടും സുഖമായിരിക്കില്ല. കർശനമായ ചിട്ടകളിലൂടെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാസനകളെപ്പോലും പുറത്തേക്ക് കൊണ്ടുവന്ന്, അത് കാരുണ്യമാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ നമുക്കത് മനസ്സിലാവില്ല. ഏതായാലും ഇവരാറു പേരും പിപ്പലാദ മഹർഷി പറഞ്ഞതുപോലെ അനുസരിച്ചു. എന്നിട്ടോ മൂന്നാം മന്ത്രം, അധ കബന്ധി കാത്യായന ഉപേത്യ പപ്രച്ഛ ഭഗവൻ കുതോഹവ ഇമാ പ്രജാ പ്രജായന്ത ഇതി. അധ കബന്ധി കാത്യായന ഉപേത്യ പപ്രച്ഛ ഭഗവൻ കുതോഹവ ഇമാ പ്രജാ പ്രജായന്ത ഇതി. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, അതിനുശേഷം. ഏതിനു ശേഷം? ഒരു വർഷം ശ്രദ്ധയോടെ, തപസ്സോടെ, ബ്രഹ്മചര്യത്തോടെ പിപ്പലാദ മഹർഷിയുടെ കൂടെ സേവ ചെയ്ത് താമസിച്ച ശേഷം. അതിന് മുമ്പ് മിണ്ടിയിട്ടില്ല, മിണ്ടാനോട്ട് സമ്മതിക്കുകയില്ല. അഥ കബന്ധി കാത്യായനഃ, കാത്യായനായ കബന്ധി. കത്യായനൻ എന്ന് പറഞ്ഞാൽ കത്യൻ്റെ വംശത്തിൽ പിറന്നവൻ. കത്യൻ എന്ന് പേരുള്ള ആളുടെ വംശത്തിൽ പിറന്നവൻ കാത്യായനൻ. ഈ പേരിൽ ധാരാളം മഹർഷിമാരുണ്ടായിട്ടുണ്ട്. ഒരാളല്ല, രണ്ടാളല്ല, അനേക മഹർഷിമാർ നമ്മുടെ വൈദിക വാങ്മയത്തിലേക്ക് നോക്കിയാൽ കാണാം കാത്യായനൻ എന്ന പേരിൽ. അപ്പം കാത്യായനായ കബന്ധി. ഇനി കാത്യായനൻ എന്ന് പേരാണെങ്കിൽ കബന്ധൻ്റെ മകൻ. കബന്ധൻ്റെ മകൻ. കബന്ധൻ ഒരാളുടെ പേരായിട്ട് എടുക്കണം. ഉപേത്യ, അരിക വന്ന്, ഗുരുനാഥൻ്റെ അരിക വന്ന്, പപ്രച്ഛ, ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭഗവൻ. അപ്പം അരിക വന്ന് ചോദിച്ചു, ഭഗവൻ. നോക്കൂ, ജിജ്ഞാസുവായി വന്ന സാധകൻ ആചാര്യനെ സംബോധന ചെയ്യുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യം, ഗുരുനാഥനെ ശിഷ്യൻ സംബോധന ചെയ്യുന്ന പദത്തിൻ്റെ സൗന്ദര്യം, ഭഗവൻ, സർവജ്ഞനായിട്ടുള്ളവനെ, എല്ലാം അറിയുന്നവനെ. ഭഗവാൻ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ ഇവിടെ രണ്ടർത്ഥവും പറഞ്ഞിട്ടുണ്ട്. രണ്ടല്ല, രണ്ടിലധികം പറഞ്ഞിട്ടുണ്ട്. അതിലിവിടെ ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ തികഞ്ഞവെന്നർത്ഥം എടുക്കണ്ട. എടുത്താൽ വിരോധമൊന്നുമില്ല. എന്നാലും ഗുരുനാഥനെ വിളിക്കുമ്പോൾ നല്ലത് എല്ലാം അറിയുന്നവനെ എന്നാണ്. അല്ലയോ സർവജ്ഞനായിട്ടുള്ളവനെ. ഇമാ പ്രജാഹ കുതഹ വാ ജായന്തേ. ഈ പ്രജകളൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഇതാണ് ചോദ്യം. നോക്കൂ, ഭാരതീയ വൈജ്ഞാനിക വീക്ഷണത്തിൻ്റെ മഹിമ അതൊരു വിജ്ഞാനശാഖയെയും അന്യമായി കാണുന്നില്ലെന്നതാണ്. മനുഷ്യൻ്റെ ചിന്താമണ്ഡലം എത്രത്തോളം ഉയരാമോ അത്രത്തോളവും ഉയരാനുള്ള സ്വാതന്ത്ര്യം, സാഹചര്യം ഗുരുനാഥന്മാരൊരുക്കുന്നു. യുക്തിപൂർവം എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും മഹത്വവും ശക്തിയും.
കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായൊരു മതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയണത് വിശ്വസിച്ചോളുക, അതേ പറ്റൂ. ചോദ്യം ചെയ്താൽ പാപം. എവിടെ യുക്തിബോധമുണ്ടോ, എവിടെ ശാസ്ത്രീയമായ സമീപനമുണ്ടോ, അവിടെ മാത്രമേ എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. നമ്മുടെ പുരാണങ്ങളെല്ലാം ചോദ്യോത്തരങ്ങളാണ്. 18 പുരാണങ്ങളും ചോദ്യോത്തരങ്ങളാണ്. മഹാഭാരതവും രാമായണവും ചോദ്യോത്തരങ്ങളാണ്. രാമായണം മുഴുവൻ ചോദ്യോത്തരമല്ല, പക്ഷെ രാമായണത്തിൻ്റെ ആരംഭം ചോദ്യോത്തരമാണ്. വാൽമീകിയുടെ ചോദ്യത്തിന് നാരദ മഹർഷി പറയുന്ന മറുപടിയാണ്. ഇനി ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള സവിശേഷതയാർന്ന ഉപദേശ ഭാഗങ്ങൾ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഉപനിഷത്തുക്കൾ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഇത് കാണിക്കുന്നത് വൈദിക ശാസ്ത്രങ്ങൾ പുലർത്തുന്ന യുക്തിഭദ്രമായ സമീപനമാണ്. എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമായതിനൊരിക്കലും ഉണ്ടാവില്ല. നമുക്ക് വിശ്വാസം വേണ്ടെന്നല്ല പറഞ്ഞത്, വിശ്വാസം വേണം. പക്ഷേ യുക്തിയുടെ വീക്ഷണത്തെ നമ്മൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അപ്പം ഇവിടെ തന്നെ ഈ മഹർഷിയോട് ചോദിക്കണ ചോദ്യം എന്താ? ഇമാഹ പ്രജാഹ കുതഹ വാജായന്തേ, ഈ പ്രജകളൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? എടാ, ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് ചോദിച്ച് ഓടിക്കുകയല്ല ഗുരു ചെയ്യണത്. ശിഷ്യൻ്റെ ചോദ്യം ഏത് തലത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടുകൂടി അതിന് മറുപടി പറയാൻ ഒരുങ്ങുകയാണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യത്തിനും കാരണം ഉണ്ടാവണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ആകസ്മികം എന്നൊന്നില്ല. നമ്മൾ പലപ്പോഴും തെറ്റായൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ലോകത്തിൽ. ആക്സിഡൻ്റായി, ആക്സിഡൻ്റലി സംഭവിച്ചു എന്നോ. ആക്സിഡൻ്റലി ഒന്നും സംഭവിക്കില്ല. ഒരു കാര്യമുണ്ടോ, കാരണം ഉണ്ടാവണം. കാരണം എന്തെന്നറിയാത്തത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഈ ഒരു വീക്ഷണത്തെ, അതായത് കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഈ ലോകത്ത് ശാസ്ത്രങ്ങൾ നിലനിൽക്കൂ. കാര്യകാരണ ബന്ധത്തെ അംഗീകരിച്ചാൽ മാത്രമേ ഈ ലോകത്തിൽ തത്വചിന്തകൾ നിലനിൽക്കൂ. സയൻസിൻ്റെ ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, ഇന്നതെന്ന് പറയുന്നില്ല, അത് ഫിസിക്കൽ, കെമിക്കൽ എന്നൊന്നും പറയുന്നില്ല, ഏത് ശാഖ നിലനിൽക്കണമെങ്കിലും കാര്യകാരണ ബന്ധത്തെ അംഗീകരിക്കണം. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ട് എങ്കിൽ അനേക കോടി ജീവരാശികളെയാണ് ഞാനിവിടെ കാണുന്നത്. എത്ര സങ്കീർണമാണ് അവയുടെയൊക്കെ ഭാവം. സങ്കീർണങ്ങളാണ്. പഠിക്കുന്തോറും നമുക്ക് അത്ഭുതം ഏറുകയാ ചെയ്യാം. അപ്പം ഈ അത്യത്ഭുതകരമായ വിശേഷങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശിയും കുതഹാവാജായന്തേ, എവിടെ നിന്നാണ് ജനിക്കണത്? ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി എന്ത്? അഥവാ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഉത്പത്തി എവിടെ നിന്ന്, എങ്ങനെ? ഇതാണ് ചോദ്യം. ചോദ്യം ആദ്യം വ്യക്തമാവണം, എന്നാൽ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. പ്രശ്നം വ്യക്തമായ മാത്രമേ പരിഹാരം മനസ്സിലാവുള്ളൂ. ഏതായാലും അവിടെ മഹർഷി പറയുകയാണ്, തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തപ്ത്വാ സ മിഥുനമുത്പാദയത്തെ രയിം ച പ്രാണം ചേതേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി.
ഒന്നുകൂടി പറയാം. തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തപ്ത്വാ മിഥുനമസൃജയത് രയിം ച പ്രാണം ചേത്യേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി. വായിക്കുന്നതിന് മുമ്പ് ഒന്ന് ഛേദിച്ച് പറയാം, എന്നാൽ എളുപ്പമുണ്ടാവും. തസ്മൈ സഹ ഹ ഉവാച പ്രജാകാമഃ വൈ പ്രജാപതിഃ സഹ തപഃ അതപ്യത സഹ തപഃ തപ്ത്വാ സഹ മിഥുനം ഉത്പാദയതേ രയിം ച പ്രാണം ച ഇതി ഏതൗ മേ ബഹുധാ പ്രജാഃ കരിഷ്യതഃ ഇതി. നോക്കൂ, തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തപ്ത്വാ സ മിഥുനമുത്പാദയതേ രയിം ച പ്രാണം ച ഇത്യേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി. തസ്മൈ സഹ ഹ ഉവാച, അവനോട് അവൻ പറഞ്ഞു. തസ്മൈ അവനോടായിട്ട്, അവനോടായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ചോദിച്ച കബന്ധിയോട്, കാത്യായനോട്, സഹ അവൻ, ആരാ? പിപ്പലാദ മഹർഷി ഗുരുനാഥൻ, ഉവാച പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രജാകാമോ വൈ പ്രജാപതിഃ. വളരെ ശ്രദ്ധിക്കണം. പ്രജാകാമോ വൈ പ്രജാപതിഃ. പ്രജാപതി സകല പ്രജകളുടെയും പതി. പ്രജ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ജായന്തേ ഇതി പ്രജാഹ. ജനിക്കുന്നവരെല്ലാം പ്രജകളാ, നമ്മളൊക്കെ പ്രജകളാ. ചില ശബ്ദങ്ങൾ നമ്മൾ ശരിയായ അർത്ഥത്തിലല്ല മനസ്സിലാക്കണതെങ്കിൽ തെറ്റിദ്ധരിക്കും. എന്തോ രാജാവും പ്രജകളും എന്നൊക്കെ അങ്ങ് തോന്നിപ്പോവും. അല്ല, ജനിച്ചവർ ജനിക്കുന്നവർ ഒക്കെ പ്രജകളാണ്. പ്രകർഷേണ ജായന്തേ. ഒരണു കണമുണ്ട്, ഒരു കൃമി ഉണ്ടെങ്കിൽ, ഒരു കീടമുണ്ടെങ്കിൽ, ഒരു ഏകകോശ ജീവി ഉണ്ടെങ്കിൽ, ഒരു മൈക്രോബ് ആയിക്കോട്ടെ, ഒരു ബാക്ടീരിയ ആയിക്കോട്ടെ, പ്രജയാ. നമ്മളും പ്രജകളാണ്. ഏറ്റവും വലിയ ശരീരത്തോടു കൂടിയ ജീവരാശികളും പ്രജകളാണ്. എല്ലാം പ്രജകളാണ്. അപ്പം പ്രജകളുടെ മുഴുവൻ പതി പ്രജാപതി, നാഥൻ, ഈശ്വരൻ. സർവ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെയും അധീശമായിരിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. യുക്തിപൂർവം നമുക്ക് ലഭിച്ച ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് ലഭിച്ച ശാസ്ത്രം എന്ന് പറയാൻ കാരണം ശാസ്ത്രം വികസ്വരമാണ്. വികസ്വരം, ഡെവലപ്പിംഗ്. അത് വികസിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ശാസ്ത്രം വികസിതമാകില്ല, ഡെവലപ്ഡ് ആവില്ല. വികസിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഒരു രാഷ്ട്രവും വികസിതമാവരുതേ. ഒരു രാഷ്ട്രവും വികസിതമാവരുത്, വികസ്വരമാകണം. ഇപ്പോൾ ഭാരതം 2047 പൂർണ്ണമായി വികസിതമാകുന്നൊക്കെയാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. വ്യക്തിപരമായി ആ വാക്കിനോട് നമുക്ക് വിയോജിപ്പുണ്ട്.
കാരണം വികസിതം എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാനൊരു പ്രേരണയില്ല, പിന്നെ മുന്നോട്ട് പോകാനൊരു ദാഹമില്ല. വികസിച്ചു കഴിഞ്ഞു, പിന്നെ ആലസ്യമാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് പദം എടുത്തു പറഞ്ഞാൽ സ്റ്റാഗ്നേഷനാണ്. ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേഷനാണ്. പിന്നെ വികാസമില്ല, ഒരിക്കലും സംഭവിക്കരുത്. നമ്മുടെ രാഷ്ട്രം വികസിച്ചുകൊണ്ടേയിരിക്കണം. സകല ലോകരാജ്യങ്ങളുടെയും നേതൃപദവിയിൽ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്തായിട്ട് മുമ്പിലേക്ക് കുതിച്ചുയരണം. ഒരിക്കലും നിൽക്കരുത്. സ്പോർട്സ് വികസിതമാകരുത്, കലകൾ വികസിതമാകരുത്, സാഹിത്യം വികസിതമാകരുത്, ശാസ്ത്രം വികസിതമാകരുത്, വികസ്വരമാക്കണം. അപ്പം നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അത്യത്ഭുതകരമായ ഈ സൃഷ്ടി വൈചിത്ര്യത്തെ. അത്യത്ഭുതകരമാണ്. നമ്മളൊരു ഓർഗാനിക് സെൽ, ഒരു ജീവകോശത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ തന്നെ അത്ഭുതപ്പെടും. ആ ചേരുംപടിയുള്ള ചേർച്ച, ഒരു ഏകകോശം എങ്ങനെ ഈ പ്രപഞ്ച ഘടികാരവുമായി ചേർന്നിരിക്കുന്നു, യൂണിവേഴ്സൽ ക്ലോക്കുമായി എങ്ങനെ ചേർന്നിരിക്കുന്നു, അത്ഭുതമാണ്. ഏതൊന്നിനെ കുറിച്ച് പഠിക്കുന്തോറും നമുക്ക് അത്ഭുതം, ആദരവ് വർദ്ധിക്കുക ചെയ്യാം. ഒട്ടും പഠിക്കാതെ പ്രാഥമിക പാഠം ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് തോന്നും. പാട്ട് പഠിച്ചു തുടങ്ങുന്നവർ ഒരു 6 മാസം പഠിച്ചാൽ എനിക്ക് സംഗീതം ഞാൻ മുഴുവൻ പഠിച്ചു പറയും. ഒരു കൊല്ലം ഡാൻസ് പഠിക്കുമ്പോഴത്തേക്ക് ഡാൻസ് ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞു, ഒക്കെ പഠിച്ചു കഴിഞ്ഞു പറയും. പക്ഷേ കൂടുതൽ പഠിക്കുന്തോറും മനസ്സിലാവും, ഞാൻ ഈ ഒരു മഹാസമുദ്രത്തിൻ്റെ ഒരു തീരത്തെത്തിയിട്ടില്ല, ഇനിയും പഠിക്കാനുണ്ട്. ഏത് ശാസ്ത്രവും അങ്ങനെയാണ്. അപ്പോൾ ഈ വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, ചേർത്ത് കോർത്ത് നിർത്തുന്ന ഈശ്വരീയമായ മഹാശക്തിയെക്കുറിച്ച് നമ്മൾ അത്യത്ഭുതപൂർവം ആദരിക്കും. ചിലർക്ക് ഈശ്വരൻ എന്ന് പറയാൻ മടിയുള്ളവരുണ്ടാവും. അവർ ഈശ്വരൻ എന്ന് പറയണമെന്നൊരു നിർബന്ധവും നമുക്കില്ല. XYZ എന്തോ പറഞ്ഞോട്ടെ. പക്ഷേ അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നു. അങ്ങനെ സകല പ്രജകളുടെയും പതിയായിട്ടുള്ള, സകല വ്യവസ്ഥകളുടെയും അധീശമായിരിക്കുന്ന, സകല കാര്യങ്ങളുടെയും കാരണമായിരിക്കുന്ന ആ പ്രജാപതി ഈശ്വരൻ പ്രജാകാമോഹ വൈ പ്രജാപതി, പ്രജാകാമനായി. എങ്ങനെയായി എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അഗ്നിയുടെ സ്വഭാവമാണ് ചൂട്. അഗ്നിയും ചൂടും അനന്യമാണ്, അഭിന്നമാണ്. അഗ്നിയും ചൂടും അനന്യമാണ്, അഭിന്നമാണ്. എന്നാൽ നമ്മൾ എന്തിനെയെങ്കിലും ചൂടാക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അഗ്നിയുടെ ചൂടിനെ വേർതിരിച്ച് കാണും. ആ ചൂടിനെ വർദ്ധിപ്പിക്കാനോ ക്രമീകരിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ചെയ്യും. എല്ലായ്പ്പോഴും നമുക്കൊരു ചൂടല്ല ആവശ്യം. ഈ കൂട്ടത്തിൽ ആയുർവേദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കറിയാം, ഓരോ തരം ഔഷധത്തിനും പ്രത്യേകം ചൂടാണ് വേണ്ടത്. ഇന്ന വിറകിൻ്റെ ചൂട്, ഇന്ന വിറക് കത്തിച്ചിട്ട് പറയും. അപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ GMP വന്നപ്പോൾ എല്ലാം ഗ്യാസിൽ കത്തിക്കുക എന്നായി, അല്ലെങ്കിൽ ഇലക്ട്രിക് അടുപ്പ് കത്തിക്കുക എന്നായി. അതുകൊണ്ട് മരുന്നിന് ഗുണമുണ്ടാവില്ല. തീരെ ഗുണമുണ്ടാവില്ല എന്ന് പറയണില്ല, പക്ഷേ പൂർവികന്മാർ പറഞ്ഞ ഗുണമുണ്ടാവില്ല. കാരണം ഓരോ തരം യോഗത്തിനും പ്രത്യേകം താപമാണ് വേണ്ടത്.
അപ്പോൾ ചൂടാക്കുക എന്ന പ്രക്രിയയെ അപേക്ഷിച്ചിട്ടാണ് അഗ്നിയുടെ ചൂട് നമ്മൾ പറയുന്നത്. അതുപോലെ സൃഷ്ടിയുടെ അപേക്ഷയിലാണ് നമ്മൾ ഈശ്വരൻ്റെ ശക്തി അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ മായ എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ മായയും പരമാത്മാവും ഭിന്നമല്ല, അഭിന്നമാണ്, അനന്യമാണ്, ഏകമാണ്. അപ്പം ഏകമായി തന്നിൽ തന്നെ നിഹിതമായ ശക്തിയെ പ്രകടമാക്കുന്നു. എങ്ങനെ? ഒരു വലിയ മായാവി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, വലിയൊരു മജീഷ്യൻ. ആ മജീഷ്യനിൽ മായാപ്രകടനത്തിനുള്ള ശക്തി ഉള്ളിലുണ്ട്. പക്ഷെ അയാളത് എപ്പോഴും പുറത്താക്കുന്നില്ല, എപ്പോഴും പ്രകടമാക്കുന്നില്ല. അതയാളുടെ ഉള്ളിലുണ്ട്. അയാൾ എപ്പോഴാണോ അയാളുടെ മായാപ്രദർശനത്തിന് തയ്യാറായി വരുന്നത്, അപ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള മായിക ശക്തിയെ അയാൾ പുറത്തേക്ക് എടുക്കുന്നത് ആണല്ലോ. അല്ലാത്ത സമയത്ത് നമ്മളയാളോട് വർത്തമാനം പറയുമ്പോഴോ ഒന്നും അയാൾ മായിക ശക്തിയെ പുറത്തേക്ക് എടുക്കണില്ല. ഇതുപോലെ ഈശ്വരനിലുള്ള പ്രജാകാമം പ്രകടമായി, സൃഷ്ടിക്കായി കൊണ്ടുള്ള സങ്കല്പം പ്രകടമായി, ഈ സ്ഥാവര ജംഗമാത്മകമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാം എന്നുള്ള സങ്കല്പമുണ്ടായി. അപ്പോൾ പ്രജാപതി ആരായി? പ്രജാകാമനായി. പ്രജാകാമോ വൈ പ്രജാപതി. എന്നിട്ട് എന്ത് ചെയ്തു? സ തപോ തപ്യത, അവൻ തപസ് ചെയ്തു. തപസ് എന്നാൽ സൃഷ്ടി വിഷയകമായ അന്വാലോചനമാണ്. തന്നിലേക്ക് തന്നെ ഇറങ്ങി സൃഷ്ടിതന്ത്രത്തെക്കുറിച്ചുള്ള ആലോചനയാണ്. നമ്മളെല്ലാം അങ്ങനെയാ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു വീടുണ്ടാക്കണം തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു യന്ത്ര സംവിധാനം ഉണ്ടാക്കണം തീരുമാനിച്ചു, അല്ലെങ്കിൽ വേണ്ട ഒരു കറി ഉണ്ടാക്കണം തീരുമാനിച്ചു. നാളെ ഉച്ചക്കത്തേക്ക് ഇന്ന കറി വേണം എന്ന് തീരുമാനിച്ചു. നമ്മൾ ആദ്യം ചെയ്യുന്നത് പോയി കഷ്ണം നുറുക്കുകയല്ല, മറിച്ച് എന്തുണ്ടാക്കണം, എന്തൊക്കെ ചേർത്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മളൊരു ആലോചന ചെയ്യുന്നുണ്ട്. ഒരു കെട്ടിടമുണ്ടാക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ആദ്യം തന്നെ മനസ്സിലാണ് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നത്, അല്ലാതെ പേപ്പറിൽ അമോണിയ പ്രിൻ്റ് അല്ല ഉണ്ടാക്കുക. പേപ്പറിൽ ബ്ലൂ പ്രിൻ്റ് അല്ല, ആദ്യം മനസ്സിലുണ്ടാക്കും ഒരു സങ്കല്പം. ആ സങ്കല്പം ഉണ്ടാക്കുന്നത് സൃഷ്ടി വിഷയകമായ തൻ്റെ അറിവിനെ ചികഞ്ഞെടുക്കുകയാണ്. അപ്പം ബാഹ്യ വ്യാപാരങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞിട്ട് ഒരു ചികഞ്ഞെടുക്കൽ. അത് ചിലപ്പോൾ ഒരു സെക്കൻഡ് മതിയാവും, ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ മതിയാവും, ചിലപ്പോൾ ദിവസങ്ങളോളം നീളും. ചില കവികളിൽ നിന്ന് കവിത ജനിക്കാൻ, കഥാകാരന്മാരിൽ നിന്ന് കഥ ജനിക്കാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് മതിയാവും, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു തപസ്യ അതിൻ്റെ പിന്നിലുണ്ടാവും. ഇതുപോലെയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തലുകൾ നടത്തുന്നത്. ഒരു നൊടിയിടയിലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിലോ വർഷങ്ങളുടെ തപസ്സിന് ശേഷമായിരിക്കാം. എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ സൃഷ്ടി വിഷയകമായ അന്വാലോചനമാണ് തപസ്. അത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വ്യക്തമായി പറഞ്ഞു തരും. സൃഷ്ടി വിഷയകമായ അന്വാലോചനമാണ് ഇവിടെ തപസ് എന്ന്. സ തപോ തപ്യത, തപസ് ചെയ്തു. എന്നിട്ടോ സ തപസ്തപ്ത്വാ, അവൻ തപസ് ചെയ്തിട്ട് മിഥുനമുത്പാദയത്തെ, മിഥുനത്തെ ഉണ്ടാക്കി. എന്താണ് മിഥുനം? മിഥുനം എന്നാൽ ഇണ. രണ്ട് ചേർന്നതിനാണ് നമ്മൾ മിഥുനം എന്ന് പറയുക. ശ്രദ്ധിക്കണം, രണ്ടും രണ്ടായിരിക്കുന്നതിനെ മിഥുനം എന്ന് പറയാറില്ല. രണ്ട് ചേർന്നതിനെയാണ് മിഥുനം എന്ന് പറയുക.
എന്താണ് ഈ മിഥുനം? രയ്യും ച പ്രാണം ച, രയ്യും പ്രാണനും, രയ്യെയും പ്രാണനെയും സൃഷ്ടിച്ചു, ഉത്പാദിപ്പിച്ചു. രയ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ധനവാചിയാണ്, ദ്രവ്യവാചിയാണ്. പ്രാണൻ എന്നാൽ എപ്പോഴും ശക്തിവാചിയാണ്, ഊർജവാചിയാണ്. അപ്പോൾ രയ്യെയും പ്രാണനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തി. ദ്രവ്യം, ഊർജം. ദ്രവ്യവും ആത്യന്തികമല്ല, ഊർജവും ആത്യന്തികമല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസം എന്നൊന്ന് ആത്യന്തികമായി നിലനിൽക്കില്ല. മാറ്റർ ആയാലും എനർജി ആയാലും അവ ആത്യന്തികമല്ല. അവ റിലേറ്റീവാണ്, വ്യാവഹാരികമാണ്. കാരണം രണ്ടും ഒരു പ്രജാപതിയുടെ രണ്ട് ഭാവങ്ങൾ രൂപപ്പെടുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ്രവ്യവും ആത്യന്തികമല്ല, ഊർജവും ആത്യന്തികമല്ല. ഇവ രണ്ടും പ്രജാപതിയുടെ രണ്ട് ഭാവങ്ങളാണ്. ശ്രദ്ധിക്കൂ. അപ്പോൾ രയ്യെയും പ്രാണനെയും, ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തി. എന്തൊരു വലിയൊരു വീക്ഷണം ആലോചിച്ച് നോക്കൂ. സൃഷ്ടിയെ സംബന്ധിക്കുന്ന, വേദം ഉപദേശിക്കുന്ന ഈ വീക്ഷണം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. രയ്യും പ്രാണനും, ദ്രവ്യവും ഊർജവും. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവ രണ്ടും ആപേക്ഷികമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പോകുന്നുണ്ട്. അതപ്പോൾ പഠിക്കാം. ഇവ രണ്ടും നിരപേക്ഷമല്ല, ആപേക്ഷികമാണ്. ഏതായാലും രയ്യെയും ഊർജനത്തെയും ഉണ്ടാക്കിയിട്ട് എന്താ പ്രജാപതി സങ്കല്പിച്ചത്? ഇത്യേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യതൈതേ. ഇവ രണ്ടും എനിക്ക് ധാരാളം പ്രജകളെ ഉണ്ടാക്കും എന്ന് സങ്കല്പിച്ചു. ഈ പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടിയും രയ്യും പ്രാണനും ചേർന്നതാണ്. എന്തിനെ വേണമെങ്കിൽ എടുത്തോളൂ, അതിലൊക്കെ ഈ രണ്ടംശങ്ങളുണ്ടാവും. ഒരു ദ്രവ്യാംശവും ഒരു ഊർജാംശവും. ഏതിനെ വേണമെങ്കിൽ എടുത്തോളൂ. ഇവ രണ്ടും ആപേക്ഷികമാണ്, രണ്ടും ആത്യന്തികമല്ല. അപ്പോൾ ഈ ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തിയിട്ട് പ്രജാപതി സങ്കല്പിക്കുകയാണ് ഇവ രണ്ടും എനിക്ക് ധാരാളം പ്രജകളെ ഉണ്ടാക്കും. ഏതാ പ്രജ? സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ മുഴുവൻ. എന്ത് ജനിക്കുന്നുണ്ടോ, എന്ത് ആവിർഭവിക്കുന്നുണ്ടോ അത് മുഴുവൻ ഈ രൈപ്രാണങ്ങൾ ചേർന്നതാണ്. ഇത്രയുള്ള ഉപദേശം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാക്കിയൊക്കെയോ ഇതിനെ വിശദീകരിക്കുകയാണ്. പല രീതിയിൽ രൈപ്രാണങ്ങളെ അപഗ്രഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇവ ആപേക്ഷികമാണെന്ന് ബോധിപ്പിക്കുകയാണ് ഉദ്ദേശ്യം. ഉദാഹരണം പറഞ്ഞാൽ, രയ്യെ നമ്മൾ അന്നമായിട്ട് എടുത്തു എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ പ്രാണനെ അത്താവായിട്ട് എടുക്കണം, കഴിക്കുന്നവനായിട്ട്. രയ്യെ നമ്മൾ രാത്രിയായിട്ട് എടുത്താൽ
പ്രാണനെ പകലായിട്ട് എടുക്കണം. രയ്യെ നമ്മൾ ചന്ദ്രനായിട്ട് എടുത്താൽ പ്രാണനെ സൂര്യനായിട്ട് എടുക്കണം. രയ്യെ ദക്ഷിണായനമായിട്ട് എടുത്താൽ പ്രാണനെ ഉത്തരായണമായിട്ട് എടുക്കണം. രയ്യെ കൃഷ്ണപക്ഷമായിട്ട് എടുത്താൽ പ്രാണനെ ശുക്ലപക്ഷമായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ രയ് രാത്രിയാണ്, ദക്ഷിണായനമാണ്, കൃഷ്ണപക്ഷമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ചന്ദ്രനാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആപേക്ഷികമായ രണ്ടെണ്ണത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ പദങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ രയ്യും പ്രാണനും ആപേക്ഷികമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ആചാര്യൻ്റെ ലക്ഷ്യം. ആ കാഴ്ചപ്പാട് നമുക്ക് നല്ലപോലെ ഉണ്ടാവണം. ഏതായാലും ഇവിടെ അനേക പ്രകാരം ഈ ആശയം ഉപദേശിക്കാൻ പോകുന്നുണ്ട്. നോക്കൂ, ഏതായാലും രയ് പ്രാണങ്ങൾ തനിക്ക് ധാരാളം പ്രജകളെ ഉണ്ടാക്കും എന്ന് സങ്കല്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ രയിർവാ ഏതത് സർവം യന്മൂർത്തം ചാമൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഹി.
രയ്യെയും പ്രാണനെയും അവയെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പല ദൃഷ്ടികളിലൂടെ അവയെ ഉപദേശിക്കുകയാണ്. നോക്കൂ, ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ രയിർവാ ഏതത് സർവം യന്മൂർത്തം ച മൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഹി. അവയുടെ ഛേദം പറയാം. ആദിത്യഃ ഹ വൈ പ്രാണഃ രൈഹി ഏവ ചന്ദ്രമാ. രൈഹി വൈ ഏതത് സർവം യത് മൂർത്തം ച അമൂർത്തം ച തസ്മാത് മൂർത്തിഃ ഏവ രൈഹി. ഇതാണ് മന്ത്രം. നോക്കൂ, ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ രയിർവാ ഏതത് സർവം യന്മൂർത്തം ച മൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഹി. ആദിത്യോഹ വൈ പ്രാണഃ. വൈ നിശ്ചയമായും, ഒരു സംശയവും ഇല്ല, ആദിത്യഃ പ്രാണഃ. ആദിത്യൻ സൂര്യൻ പ്രാണനാകുന്നു. സൂര്യൻ പ്രാണനാണോ? സൂര്യൻ പ്രാണൻ. എന്നാൽ ഇവിടെ പറഞ്ഞത് ആദിത്യനെ കാണുമ്പോൾ ഇത് പ്രാണനാണ്, ഇത് ഊർജത്തിൻ്റെ മുഴുവൻ ആകരമാണ്, സ്രോതസ്സാണ്, ഭാവമാണ്. അതുകൊണ്ട് ആദിത്യനെ ചൂണ്ടിയിട്ട് പറയുകയാണ് ഇത് പ്രാണനാണ്. സത്യത്തിൽ ആദിത്യൻ പ്രാണനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. പ്രാണന്റെ ശക്തിയുടെ ഊർജത്തിൻ്റെ ഒരു മഹാസ്രോതസ്സായിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ആദിത്യനെയാണ്. നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഊർജ സ്രോതസ് ആദിത്യനാണ്. നമ്മെ സംബന്ധിച്ച് ആദിത്യനേക്കാൾ വലുതുണ്ടോ? അത് അന്വേഷിച്ചോട്ടെ ശാസ്ത്രജ്ഞന്മാർ, നമുക്ക് പ്രശ്നമല്ല. നമ്മെ സംബന്ധിച്ച് ആദിത്യനാണ്. ഈ സൗരയൂഥത്തിൽ നമ്മൾ കഴിയുന്ന കാലത്തോളം ആദിത്യനാണ് നമ്മുടെ പ്രഥമ ശക്തി സ്രോതസ്. അതുകൊണ്ട് ആദിത്യനിൽ ഋഷി പ്രാണനെ കണ്ടു. ഇവിടെ വാച്യാർത്ഥം എടുക്കരുത്. വാച്യാർത്ഥം എടുത്താൽ ആദിത്യൻ പ്രാണനാണെന്ന് വരും. അങ്ങനെയല്ല. എന്നാൽ ആദിത്യൻ പ്രാണനാണെന്നാണ്. ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ. രയി നിശ്ചയമായും ചന്ദ്രമാഹ, ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രനാണ് രയിന്നാരും മനസ്സിലാക്കരുത്. അങ്ങനെയല്ല. ചന്ദ്രനിലൂടെ ദ്രവ്യമായതിനെ കാണുന്നു, ആദിത്യനിലൂടെ ഊർജമായതിനെ കാണുന്നു. ദ്രവ്യാത്മകമായിട്ട് ചന്ദ്രനെയും ഊർജാത്മകമായിട്ട് സൂര്യനെയും നോക്കി കാണുകയാണ് ഋഷി. ആ ദർശനത്തെ പൂർണ്ണമായിട്ട് വാച്യാർത്ഥത്തിൽ എടുക്കരുത്, താത്പര്യം എടുക്കണം. അപ്പോൾ ആദിത്യൻ പ്രാണനാണ്, ചന്ദ്രൻ രയിയാണ്. ശ്രദ്ധിക്കുക. രയിർവാ ഏതത് സർവം. ഏതത് സർവം, ഇത് എന്ന് പറയുന്ന എല്ലാം രയിയാണ്. നമ്മൾ എന്തിനാ ഇത് എന്ന് പറയുക? ഇത് എന്ന് പറയുക നമ്മളാൽ കാണപ്പെടുന്ന, അനുഭവിക്കപ്പെടുന്ന, കേൾക്കപ്പെടുന്ന, രുചിക്കപ്പെടുന്ന, മണക്കപ്പെടുന്ന, സ്പർശിക്കപ്പെടുന്ന, ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന.
അപ്പം നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന സർവത്തെയും ചൂണ്ടിയിട്ട് പറയുകയാണ് ഇതെല്ലാം രയ്യാണ്. ആ രയ് എന്ന് നമ്മൾ കാണുന്നതിൽ പ്രാണനുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ പ്രാണനെ നമ്മൾ കാണുന്നില്ല. രയ്യുടെ സ്പന്ദനങ്ങളെ കൊണ്ടും ചലനങ്ങളെ കൊണ്ടും പ്രാണനെ നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കും. രയ്യുടെ സ്പന്ദനങ്ങളെ കൊണ്ടും ചലനങ്ങളെ കൊണ്ടും നമ്മൾ പ്രാണനെ ഊഹിച്ച് മനസ്സിലാക്കും, അല്ലാതെ പ്രാണനെ നമ്മൾ കാണുന്നില്ല. കാണുന്നതൊക്കെ രയ്യ, ദ്രവ്യമാണ്, എല്ലാം ദ്രവ്യമാണ്. ഇപ്പം കാണുന്നതിനപ്പുറത്തേക്ക് പോകാത്തവരെപ്പോഴും ദ്രവ്യവാദികളായിരിക്കും, മെറ്റീരിയലിസ്റ്റുകളായിരിക്കും. കാണുന്നത് മാത്രം സത്യമെന്ന് കരുതുന്നവരെപ്പോഴും മെറ്റീരിയലിസം ആയിരിക്കും മുൻനിർത്തുക. കാണുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ദ്രവ്യവാദത്തെ അതിക്രമിക്കും. അതുകൊണ്ട് ഇതം സർവം ദ്രവ്യം, ഇതെല്ലാം ദ്രവ്യമാണ്. യൻ മൂർത്തം ച മൂർത്തം ച, മൂർത്തിഭാവത്തിൽ വന്നതും അല്ലാത്തതും. എന്താ മൂർത്തിഭാവത്തിൽ വന്നിട്ട് ഇല്ലാത്തതും രയ്യാണെന്ന് പറയുന്നത്? നോക്കൂ, ഒരാൾ പറഞ്ഞു എനിക്ക് വല്ലാതെ ദാഹിക്കണോ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഉടനെ മറ്റേ ആൾ ഒരു പാത്രത്തിൽ ഒരു ടംബ്ലറിൽ വെള്ളം കൊണ്ടുകൊടുത്തു. നിന്നോട് ഞാൻ ടംബ്ലർ എടുക്കാൻ പാത്രം എടുക്കാൻ എന്നല്ല പറഞ്ഞത്, എന്തിനെടുത്ത് വെള്ളം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. അവിടെ വെള്ളത്തെ ഒരു പാത്രവിശേഷത്തിലല്ലാതെ കൊണ്ടുവരാൻ സാധിക്കില്ല. ശരി, അതിന് വെള്ളം എന്നുള്ളതിന് രൂപമുണ്ട്, പക്ഷെ ആകൃതിയില്ല. ഏത് പാത്രത്തിലാണോ അത് ഉള്ളത് ആ ആകൃതിയായിട്ട് നമുക്ക് തോന്നും. രൂപമുണ്ട്, ആകൃതിയില്ല. ഇനി അയാൾ പറയുകയാണ്, നീ എന്തിനാ പാത്രം കൊണ്ടുവന്ന്, പാത്രം ഇല്ലാതെ വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ സാധിക്കും. കുറച്ച് താമസമുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. അയാൾ എന്ത് ചെയ്തു, ഒരു റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ ഈ വെള്ളം കൊണ്ട് വെച്ചു. അത് കട്ടയായി കൊണ്ടുത്തോളൂ. അവിടെ പാത്രം ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകും. അത് പൂർണ്ണമായി മൂർത്തഭാവമാണ്. ഇനി ഇതേ വസ്തു അയാൾ നല്ല പോലെ ചൂടാക്കിയപ്പോഴോ ആവിയായി. ആവിയോ അതിന് സൂക്ഷ്മമായ രൂപമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞേക്കരുത്. ഒട്ടും ആകാരതയില്ല, ഒട്ടും ആകാരതയില്ല. അപ്പോൾ ഈ വെള്ളത്തെയും ഈ ഐസ് കട്ടയെയും ഈ നീരാവിയെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇതൊക്കെ ദ്രവ്യമാണ്. ശരിയല്ലേ? ഒന്ന് മൂർത്തഭാവത്തിലാണ്, മറ്റൊന്ന് അമൂർത്തഭാവത്തിലാണ്. അമൂർത്തഭാവത്തിലാണെങ്കിലും അത് മൂർത്തിയാണ്. മൂർത്തഭാവത്തിൽ മൂർത്തിയായിരിക്കുന്ന പോലെ അമൂർത്തഭാവത്തിലും അത് മൂർത്തിയാണ്. രൂപമുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ആകാശം, വായു എന്ന് കഴിഞ്ഞാൽ പിന്നെ അഗ്നിയായി, ജലമായി, ഭൂമിയായി. അഗ്നി മുതൽ രൂപമുണ്ട്. അഗ്നിക്കും ജലത്തിനും ഭൂമിക്കും രൂപമുണ്ട്. ആകാശത്തിനും വായുവിനും രൂപമില്ല. ശബ്ദം, സ്പർശം എന്നിവയേ ഉള്ളൂ. ആകാശമാകുമ്പോൾ ശബ്ദം മാത്രമേ ഉള്ളൂ. വായു ആകുമ്പോൾ ശബ്ദവും സ്പർശവും. അഗ്നിയാകുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും. ജലമാകുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും. ഭൂമിയാവുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ നീരാവി അമൂർത്തമാണെങ്കിലും മൂർത്തിയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതം സർവം രൈഹി, ഇതെല്ലാം രയ്യാണ്, ഇതെല്ലാം രയ്യാണ്.
രൈർവ ഏത സർവം എൻ മൂർത്തം ച മൂർത്തം ച, മൂർത്തവും അമൂർത്തവും രയ്യാണ്. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് മൂർത്തിരേവരൈഹി, മൂർത്തിയാണ് രൈ, മൂർത്തിഭാവത്തോടൊത്തതാണ് രൈ എന്ന് പറയുന്നു. വ്യക്തമെന്ന് വിചാരിക്കുന്നു, എളുപ്പമാണത്. അപ്പം ആദിത്യനെ പ്രാണനാണെന്ന് പറഞ്ഞു. ഈ ഒരു കാഴ്ചയിൽ ഒരു കാൽപ്പനിക ദൃഷ്ടി നമുക്ക് പകർന്നു തരികയാണ്. ഈ ഋഷിമാർ എന്നൊക്കെ പറഞ്ഞാൽ, വേദാന്തികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാൽപ്പനികതയില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. ചിലർ അങ്ങനെയാണ് വിചാരിച്ചത്. ഈ വേദാന്തികൾ എന്നൊക്കെ പറഞ്ഞാൽ തമാശയും പറയില്ല, ചിരിക്കുകയില്ല, ഒരു കാൽപ്പനികതയില്ല, ഇങ്ങനെ എന്തോ ഒരു നിശ്ചേഷ്ട കാഷ്ടം പോലെ, അങ്ങനെ ഉണ്ടല്ലോ, ജീവനില്ലാത്തൊരു വിറക് പോലെ ഇരിക്കണവരാ വേദാന്തികൾ എന്നാണ് വിചാരിക്കണ പലരും. അത് വേദാന്തികളുമായിട്ട് അടുക്കാത്തതുകൊണ്ടാണ്. അവരേറ്റവും കാൽപ്പനികത ഉള്ളവരായിരിക്കും. ചിലരങ്ങനെയാണ് വിചാരിച്ചു വെച്ചാൽ, ഇക്കൂട്ടത്തിലാരും അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. പക്ഷെ പൊതുവെ സമൂഹത്തിനൊരു ധാരണ ഉണ്ട്, ചിരിക്കില്ല, തമാശ പറയില്ല, എന്താണ് വത്സ വന്നതെന്ത്, സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഡയലോഗുകൾ. അങ്ങനെയല്ല. ഏറ്റവും രസികന്മാർ, ഏറ്റവും സരസന്മാരായിരിക്കും. അവർ കാൽപ്പനിക ദൃഷ്ടിയോടൊത്തവരായിരിക്കും. അത് നമ്മൾ അടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കാൽപ്പനികതയെ കൽപ്പിക്കുകയാണ്. എങ്ങനെ? ആദിത്യ ഉദയൻ യത് പ്രാചീം ദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യത് ദക്ഷിണാം യത് പ്രതീചിം യദുദീചിം യദധോ യദൂർധ്വം യദന്തരാദിശോ യത് സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. നോക്കൂ, അഥാദിത്യ ഉദയൻ യത് പ്രാചീം ദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യത് ദക്ഷിണാം യത് പ്രതീചീം യദുദീചീം യദധോ യദൂർധ്വം യദന്തരാദിശോ യത് സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. നോക്കൂ, അഥാദിത്യ ഉദയൻ യത് പ്രാചീം ദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യത് ദക്ഷിണാം യത് പ്രതീചീം യദുദീചീം യദധോ യദൂർധ്വം യദന്തരാദിശോ യത് സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. ഒരു കൽപ്പനയാണേ, കാൽപ്പനിക ദൃഷ്ടി വേണം, എന്നാലേ ശരിയാവുള്ളൂ. ഇതും അടുത്ത മന്ത്രമൊക്കെ പഠിക്കുമ്പോൾ നല്ല കാൽപ്പനിക ദൃഷ്ടി വേണം. അഥ ആദിത്യ ഉദയൻ, അനന്തരം ആദിത്യൻ ഉദിക്കുന്നവൻ, ഉദിക്കുന്ന ആദിത്യൻ. ആദിത്യൻ ഉദിക്കുന്നുണ്ടോ? എന്താ അഭിപ്രായം? സൂര്യൻ ഉദിക്കുന്നുണ്ടോ ഇല്ലയോ? ഏയ്, സൂര്യൻ ഉദിക്കണമില്ല, അസ്തമിക്കണമില്ല. എന്നാൽ ഉദിക്കണില്ലേ? ഉണ്ട്, കൃത്യസമയത്താ, ഒരു സെക്കൻഡ് മാറില്ല. അപ്പം പാരമാർത്ഥികമായി സൂര്യൻ ഉദിക്കുന്നും അസ്തമിക്കുന്നും ഇല്ലെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യൻ ഉദിക്കുന്നും അസ്തമിക്കുന്നുമുണ്ട്. സൂര്യൻ സദാ ഏകരൂപമായി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഈ നമ്മുടെ ദൃഷ്ടിയിൽ ഇരുന്നു കൊണ്ടാണ് പറയണത്, അഥ ആദിത്യ ഉദയൻ, ഉദിക്കുന്നവനായ സൂര്യൻ, യത് പ്രാചീം ദിശം പ്രവിശതി, യാതൊരു കിഴക്കൻ ദിക്കിനെ പ്രവേശിക്കുന്നുവോ. അപ്പം നമ്മൾ കാണുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നതായിട്ടാണ്. പൂർണ്ണമായി കിഴക്കുന്നൊന്നും അങ്ങ് പറഞ്ഞേക്കരുത്, നേർ കിഴക്കാണ് സൂര്യൻ ഉദിക്കണമെന്നൊന്നും പറഞ്ഞേക്കരുത്. അതാകെ കൊല്ലത്തിൽ 2 ദിവസമേ ഉണ്ടാവുള്ളൂ. ദക്ഷിണായന മധ്യത്തിലും ഉത്തരായണ മധ്യത്തിലും മാത്രമേ ഉണ്ടാവുള്ളൂ.
മറ്റതൊക്കെ വടക്കോട്ട് യാത്ര, തെക്കോട്ട് യാത്ര, വടക്കോട്ട് യാത്ര, തെക്കോട്ട് യാത്ര. തെക്കും വടക്കും പോക്കാ പണി സൂര്യന്. സൂര്യനാണോ പോണത്? സൂര്യനല്ല, അത് ഭൂമിയുടെ പ്രത്യേക ചെരിവ് കൊണ്ട് നമുക്കങ്ങനെ അനുഭവപ്പെടുന്നതാ. അതവിടെ നിൽക്കട്ടെ. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ പോകുന്നുണ്ടല്ലോ. എങ്കിലും നമ്മൾ പ്രായേണ ഒരു കിഴക്കൻ ദിക്കെന്ന് പറയാറുണ്ട്. ഇവിടെ ഏതാ കിഴക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദാ കിഴക്കതാണ് എന്ന് പറയും. അപ്പം അതിന് പടിഞ്ഞാറതാ എന്ന് പറയും. അപ്പം കിഴക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരിക നമ്മൾ മനസ്സ് കാണണം. എല്ലാം നിശ്ചലമായിരിക്കുന്ന ചുറ്റുപാട്, ഒരു ജീവരാശിയും ഇളകുന്നില്ല, എല്ലാം നിശ്ചലമാണ്, ഉറങ്ങിക്കിടക്കുക. പതുക്കെ സൂര്യൻ്റെ ചെറിയ കിരണങ്ങൾ കിഴക്ക് ഭാഗത്ത് പുറപ്പെടുകയും ഒരു ചുമപ്പ് വർണ്ണം വ്യാപിച്ചു. അരുണകിരണങ്ങൾ പതുക്കെ പതുക്കെ സൂര്യനങ്ങനെ പൊങ്ങി വരിക. എന്താ ഈ സമയത്ത് സംഭവിക്കുന്നത്? കിഴക്ക് ഭാഗം ഊർജ്ജസ്വലമാക്കും. പക്ഷികളൊക്കെ പറക്കാൻ തുടങ്ങി, ജന്തുക്കളൊക്കെ ഉണരാൻ തുടങ്ങി, പ്രകാശമാനമായി. ആ ഭാഗം മുഴുവൻ പ്രകാശമാനമായി. അപ്പോൾ കവി ഋഷി എന്ന് പറഞ്ഞാൽ കവിയാണ്. അപ്പോൾ ഋഷി പറയുകയാണ്, ആ കിഴക്കുള്ള എല്ലാത്തിനെയും സൂര്യൻ പ്രാണവത്താക്കി ഇട്ടുവോ. ഓം. അപ്പോൾ കിഴക്കുള്ള എല്ലാത്തിനെയും പ്രാണവത്താക്കി. അതാണ് പറയണത്, ഉദിക്കുന്ന സൂര്യൻ കിഴക്കൻ ദിക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സൂര്യൻ്റെ പ്രാണനാൽ കിഴക്കുള്ള എല്ലാ പ്രാണങ്ങളെയും രശ്മികളിൽ സന്നിധാനം ചെയ്യിച്ചു. കിഴക്കുള്ള എല്ലാത്തിനെയും ഊർജ്ജസ്വലമാക്കി, എല്ലാത്തിനെയും. എങ്കിൽ ദക്ഷിണാം, തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനെ ഊർജ്ജസ്വലമാക്കുന്നു. പ്രതീചീം, പടിഞ്ഞാറ് ഭാഗത്ത് പോകുമ്പോൾ അതിനെ ഊർജ്ജസ്വലമാക്കുന്നു. ഉദീചീം, വടക്കൻ ഭാഗത്തെ ഊർജ്ജസ്വലമാക്കുന്നു. അധോ, താഴെയുള്ളതിനെ ഊർജ്ജസ്വലമാക്കുന്നു. ഊർധ്വം, മുകളിലുള്ളതിനെ ഊർജ്ജസ്വലമാക്കുന്നു. അന്തരാദിശ, കോണദിക്കുകൾ. കോണദിക്കുകൾ എന്ന് പറയുമ്പോൾ കിഴക്ക്, കിഴക്ക് തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് വടക്ക്, വടക്ക് കിഴക്ക്, അങ്ങനെ ഇങ്ങനെ 10 ദിക്കുകളിലുള്ള സകലത്തിനെയും സൂര്യൻ പ്രകാശവത്താക്കുന്നു, ചൈതന്യവത്താക്കുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രകാശപൂർണമായി ചൈതന്യവത്തായി നമ്മൾ കാണുന്നു. ഇതാണ് കൽപ്പന. ഉപനിഷത്ത് തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഇവിടെ കുറേ സംശയങ്ങളുടെ കടലാസുണ്ട്. വളരെ സന്തോഷം. സംശയ നിവാരണത്തിന് സമയം കൂടുതൽ വയ്ക്കുകയാണ് വേണ്ടത് പ്രഭാഷണത്തേക്കാൾ.
ചെറിയൊരു തകരാറ് വന്നിട്ടുണ്ടാവുക, രാവിലത്തതും വൈകുന്നേരത്തും കൂടിക്കലർന്നോ എന്നൊരു സംശയമുണ്ട്. സാരമില്ല. ദേവീദേവന്മാരെ മനുഷ്യരൂപത്തിൽ ആരാധിക്കുമ്പോൾ ശിവനെ മാത്രം ശിവലിംഗ രൂപത്തിൽ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആദ്യം പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പില്ല. ദേവീദേവന്മാരെ മുഴുവൻ മനുഷ്യരൂപത്തിലല്ല ആരാധിക്കുന്നത്. പ്രത്യേകിച്ച് ഭഗവതിയെ ഏറ്റവും അധികം ഭഗവതി ക്ഷേത്രങ്ങളിൽ ശിലാമയമായ കണ്ണാടിയാണ്, ശില കൊണ്ടുണ്ടാക്കിയ കണ്ണാടി, അല്ലെങ്കിൽ ലോഹനിർമ്മിതമായ കണ്ണാടി. ഏറ്റവും അധികം വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ ദേവിയുടെ അനേക കൈകളോടും ആയുധങ്ങളോടും ആഭൂഷണങ്ങളോടും ഒക്കെ കൂടിയ രൂപങ്ങൾ. ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ശാസ്താവ് തുടങ്ങിയ ദേവതകൾക്ക് പ്രത്യേകിച്ച് ആകാരമല്ല, അവ ലിംഗാകാരത്തിലാണ് പൊതുവെ. ഇനി ചില ദേവീ സങ്കല്പങ്ങൾ, അതുപോലെ ഗുരുസങ്കല്പങ്ങളൊക്കെ കേവലം പീഠത്തിൽ മാത്രമായിരിക്കും. ഒരു പദ്ധതി ഉണ്ടാവും, ഒരു ദാരുവിൻ്റെ ഒരു പീഠം മാത്രം. അതുകൊണ്ട് ശിവന് മാത്രമാണ് മനുഷ്യരൂപമില്ലാത്ത എന്ന് വിചാരിക്കരുത്. എല്ലാ ദേവതകൾക്കും അങ്ങനെയുണ്ട്. ഇനി ശിവന്, പരമശിവന് ധ്യാനമഗ്നനായിരിക്കുന്ന രൂപത്തിൽ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കുറച്ചേ ഉള്ളൂ. പക്ഷെ നടരാജമൂർത്തിയായിട്ട് ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എങ്കിലും പൊതുവേ ശിവക്ഷേത്രങ്ങൾ പൊതുവെ ലിംഗാകാരമാണ്. അത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ശിവലിംഗങ്ങളെ വെച്ച് ഉപാസിക്കുന്നത് സാധാരണ സഗുണ സാകാരമായ ഉപാസനയ്ക്ക് ഒരു പടി കൂടി സൂക്ഷ്മമാണ്. എന്നാൽ നിർഗുണ നിരാകാര തത്വാനുസന്ധാനം ആയിട്ടുമില്ല. ഒന്നുകൂടി പറയാം, സഗുണ സാകാരമായ ഉപാസനയുടെ ഒരു പടി കൂടി സൂക്ഷ്മമാണ്. അതേസമയത്ത് നിർഗുണ നിരാകാര തത്വാനുസന്ധാനം ആയിട്ടുമില്ല. അതിനിടയ്ക്കുള്ളൊരു തലമാണ് ശിവലിംഗോപാസന. എന്താണ് ലിംഗം? ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗ്യത്തെ ഇത് ലിംഗം. ലിംഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഇപ്പോ ഈ കാഷായ വസ്ത്രം സന്യാസിയുടെ ലിംഗമാണ്. കാഷായ വസ്ത്രം എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ ലിംഗമാണ്. കാഷായ വസ്ത്രം കാണുമ്പോൾ നമ്മൾ അയാൾ സന്യാസിയാണെന്ന് ഊഹിക്കുന്നതിനുള്ളൊരു ഉപാധിയാണത്. അത് ബാഹ്യലക്ഷണമാണ്. ഇതുപോലെ ബാഹ്യലക്ഷണങ്ങളാണ് ലിംഗങ്ങൾ. ശ്രദ്ധിക്കുക. അപ്പൊ ശിവലിംഗം എന്താണ്? ആദ്യന്തരഹിതമാണ്. എന്താണ്? നിരവയവമാണ്. ഇന്നതാണെന്ന് പറയാൻ കഴിയാത്ത ആകൃതിയോട് കൂടിയതാണ്. ചതുരമാണോ? അല്ല. ഗോളമാണോ? അല്ല. വർത്തുളമാണോ? അല്ല. ഇതെന്താ? ആദ്യന്തരഹിതമായ ഒന്ന്. അത് അനന്തതയെ സൂചിപ്പിക്കുന്നതാ. ശരിക്കും പീഠത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് ശേഷിക്കുന്ന ഭാഗമാണ് പുറമെ നമ്മൾ ദർശനത്തിന് കാണുന്നത്. പീഠത്തിൽ നിന്ന് ലിംഗം ഉയർത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഈ അണ്ഡാകാരമാണ്, ദീർഘമായൊരു അണ്ഡാകാരം. അനന്തതയെ സൂചിപ്പിക്കുന്നതാണത്. അതുകൊണ്ട് പരമമായ ശിവതത്വം ആദ്യന്തരഹിതമാണ്, നിരാകാരമാണ്,
നിരവയവമാണ്, അനിർവചനീയമാണ്, അനന്തമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ശിവലിംഗത്തിലൂടെ ചെയ്യുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ശിവന് മാത്രമേ അങ്ങനെ ഉള്ളൂ എന്നാരും പറയരുത്. കണ്ണാടിയാണ് ഭൂരിഭാഗം ഭഗവതിക്കുള്ളത്. മുഖ്യ ഗൗണ ധർമ്മങ്ങളെ എങ്ങനെ വേർതിരിച്ചറിയാം? വേർതിരിച്ചറിഞ്ഞേ മതിയാവും. വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ധാർമ്മികമായി ലോകത്തിൽ ജീവിക്കാൻ പറ്റൂ. താത്പര്യം ഓരോ സന്ദർഭത്തിലും നമുക്ക് മുഖ്യധർമ്മം ഉണ്ടാവും, ഓരോ സന്ദർഭത്തിലും മുഖ്യമല്ലാത്ത ധർമ്മം ഉണ്ടാവും. അത് വേർതിരിക്കാൻ സാധിക്കണം. ഒരു അധ്യാപകൻ അഥവാ ഒരു അധ്യാപിക വിദ്യാലയത്തിലെത്തുമ്പോൾ അവിടെ മുഖ്യധർമ്മം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ളതാണ്, ടീച്ചർ എന്നുള്ളതാണ്. താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തൻ്റെ മകനോ മക്കളോ ഉണ്ടെങ്കിലും അത് അമ്മയോ അച്ഛനോ അല്ല, ടീച്ചറാണ്. ടീച്ചറായിരിക്കണം. അവിടെ അമ്മ അച്ഛൻ എന്ന ഭാവം വന്നോ അവർ ടീച്ചർ എന്ന നിലയ്ക്ക് പരാജയപ്പെട്ടു. കാരണം മുഖ്യധർമ്മം അതാണ്. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു, അമ്മേന്നും പറഞ്ഞ് വരിക കുഞ്ഞ്, ഞാൻ നിന്റെ ടീച്ചറാണ്, അത് പറ്റുമോ? ഇല്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മ അഥവാ അച്ഛൻ എന്നുള്ളതിനാണ് മുഖ്യത്വം, ടീച്ചർ എന്നുള്ളതിന് ഗൗണത്വമാണ്. ഇതുപോലെ നമുക്ക് ജീവിതത്തിലുടനീളം മുഖ്യവും ഗൗണവും വിഭിന്നമായിട്ട് വരും. അതതിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ധർമാചരണം സാധിക്കൂ. അല്ലെങ്കിൽ ധർമാചരണം സാധിക്കില്ല. മുഖ്യവും ഗൗണവും വിരുദ്ധമല്ലാതെ വന്ന പ്രശ്നമല്ല, രണ്ടും ആചരിക്കാം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. മുഖ്യവും ഗൗണവും വിരുദ്ധമല്ലാതെ വന്നാൽ ഒരു പ്രശ്നമില്ല, രണ്ടും ആചരിക്കാം. എന്നാൽ മുഖ്യവും ഗൗണവും വിരുദ്ധമായി വന്നാൽ ഗൗണത്തെ ഉപേക്ഷിക്കണം, മുഖ്യത്തെ ആചരിക്കണം. അത് വളരെ ദുഃഖകരമായിരിക്കും. ഇപ്പൊ നോക്കൂ, നമ്മൾ ഉദാഹരണം പറയാം. ശ്രീകൃഷ്ണനെ നമ്മളാരും മര്യാദാ പുരുഷോത്തമനെന്നോ ധർമ്മവിഗ്രഹം എന്നൊന്നും പറയാറില്ല. ചൗവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയായിട്ടാണ് ശ്രീകൃഷ്ണനെ പറയുക. എന്നാൽ നമ്മൾ മര്യാദാ പുരുഷോത്തമനായിട്ട് ധർമ്മവിഗ്രഹമായിട്ട് പറയുക ശ്രീരാമനെയാണ്. ശ്രീരാമന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമായി വന്നപ്പോൾ ഗൗണത്തെ ഉപേക്ഷിക്കുകയും മുഖ്യത്തെ അനുഷ്ഠിക്കുകയും ചെയ്യാൻ വേണ്ടി നിത്യവും ജീവിതത്തിൽ ദുഃഖം സ്വീകരിച്ച ആളായിരുന്നു ശ്രീരാമൻ. എപ്പോഴും ദുഃഖമേ ഉള്ളൂ. എന്തിനാ രാമൻ ദുഃഖിച്ചേ? മുഖ്യം ആചരിക്കാൻ, ഗൗണത്തെ ഉപേക്ഷിക്കാൻ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാഠമായിരിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ സന്യാസിയാണ്, എനിക്ക് കർത്തവ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇതിൻ്റെ സംഘാടകർ ക്ഷണിച്ചത് കൊണ്ട് പ്രഭാഷണത്തിന് വന്നു. 7 മണി മുതൽ 9 മണി വരെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മുഖ്യധർമ്മം ഇവിടെ ഈ സംസാരിക്കുന്ന, ഈ പ്രഭാഷണം ചെയ്യുന്ന ആൾ എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ കാറിൽ ഡ്രൈവറുടെ സീറ്റിലിരുന്നു, അവിടെ ഞാൻ ഡ്രൈവറാണ്. അവിടെ എൻ്റെ മുഖ്യധർമ്മം ഡ്രൈവറുടെ ധർമ്മമാണ്, അവിടെ പ്രഭാഷണത്തിൻ്റെ ധർമ്മമല്ല. അതേ ഞാൻ ആശ്രമത്തിലെത്തി, ആശ്രമത്തിൻ്റെ കാര്യകർത്താവ് എന്നുള്ള വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ അവൾ ഡ്രൈവറല്ല, അവളുടെ പ്രഭാഷകനുമല്ല, അവിടെ തീർത്തും ആ കാര്യകർത്താവാണ്. ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ ഞാൻ കുട്ടിയെപ്പോലുള്ളവനല്ല. ഒരിക്കലും കുട്ടിയെപ്പോലെ ആരും കളിക്കരുത്. കുട്ടിയായിട്ട് കളിക്കണം. നമ്മൾ കുട്ടിയായിരിക്കണം. ഞാൻ വിദ്വൽ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വിദ്വാനായിരിക്കണം. ഞാൻ
ഭ്രാന്തന്മാരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയല്ല, ഞാൻ ഭ്രാന്തനായിരിക്കണം. ഓരോ സന്ദർഭത്തിലും അതതിനാവശ്യമുള്ള ഭാവത്തെ തന്നിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ അപ്പോഴൊക്കെ മനസ്സിലാക്കുക, ഞാനിതൊന്നുമല്ല, ഇതിനൊക്കെ ഉപരിയാണ് എൻ്റെ സ്വരൂപമെന്ന്. ഇരിക്കട്ടെ, ശരി. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക, കർമ്മഫലം അനുഭവിച്ചേ തീരൂ. എന്ത് പ്രവൃത്തിയും സാക്ഷിഭാവത്തിൽ ചെയ്യുക. ഇവ മൂന്നും ദയവായി വിശദീകരിക്കുക. ഇത് 3 തലങ്ങളിലുള്ളതാണ്. ആദ്യത്തേത് കർമ്മയോഗോപദേശമാണ്. എങ്ങനെ കർമ്മങ്ങളോടുകൂടിയുള്ള സംഘത്തെ എനിക്ക് ജയിക്കാൻ പറ്റും, എങ്ങനെ കർമ്മം എന്നെ ബന്ധിക്കുന്നതല്ലാതെ ചിത്തശുദ്ധിയെ നൽകുന്ന രീതിയിലേക്ക് എനിക്ക് മാറ്റാൻ കഴിയും. ഈ ചോദ്യത്തിന് മറുപടിയാണ് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുമെന്ന്. എന്തുകൊണ്ട്? നമുക്ക് കർമ്മഫലത്തിൽ അധികാരമില്ല, കർമ്മത്തിലേ അധികാരമുള്ളൂ. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന. ഇപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എനിക്ക് ആ അഗ്നിജ്വാലയിലേക്ക് വിരലിടാം, ഇടാതിരിക്കാം. അല്ലെങ്കിൽ അവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട്, ആ പ്ലഗ് പോയിന്റിനുള്ളിലേക്ക് എനിക്ക് വിരലിടാം, ഇടാതിരിക്കാം. എൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ അതിലേക്ക് വിരലിട്ടാൽ ഷോക്ക് അടിക്കുന്നുള്ളത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇതിലേക്ക് വിരൽ സ്പർശിച്ചാൽ പൊള്ളുന്നുള്ളതിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല, പൊള്ളും, ഉറപ്പാ. അതുകൊണ്ട് പൊള്ളാതിരിക്കണമെങ്കിൽ വിരലിടരുത്, കഴിച്ചു ഇട്ടാൽ പൊള്ളും. അപ്പൊ കർമ്മത്തിൽ എനിക്ക് അധികാരമുണ്ട്, ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥ ചെയ്യാനും എനിക്ക് സാധിക്കും. പക്ഷെ ഫലത്തിൽ എനിക്ക് അധികാരമില്ല. ഫലം സ്വാഭാവികമായിട്ട് വരുന്നതാ. എനിക്കിവിടുന്ന് ആഴി പിടിച്ച് ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറിയെന്ന് വരാം, അവിടുന്ന് കുത്തനം ചാടാം, ചാടാതിരിക്കാം. പക്ഷെ ചാടിക്കഴിഞ്ഞാൽ എല്ല് പൊട്ടി ചാവും എന്നുള്ളതിൽ എനിക്കധികാരമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ കർമ്മത്തിലേ എനിക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ എനിക്ക് അധികാരമില്ല. ഫലം സ്വാഭാവികമായി വന്നു ചേരും. കർമ്മമുണ്ടോ? ഫലമുണ്ട്. അങ്ങനെ പറയാം, കർമ്മമുണ്ടോ? ഫലമുണ്ട്. ഫലമില്ലാത്ത കർമ്മം ഇല്ല. പക്ഷേ എനിക്ക് അധികാരം കർമ്മത്തിൽ മാത്രമാണ്, ഫലത്തിലല്ല. അതുകൊണ്ട് ശുദ്ധമായി പരമാവധി അർപ്പണഭാവത്തോടുകൂടി എത്ര നന്നായി ചെയ്യാമോ അത്രയും നന്നായി കർമ്മങ്ങളെ ചെയ്യൂ. ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് കർമ്മത്തെ പോലും ദുഷിപ്പിക്കരുത്. ഇതാണ് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷേ ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. നാവിന് എല്ലില്ല, തിരിച്ചും മറിച്ചും പറയാം. ഒരു ഫലേച്ഛയില്ലാണ്ട് കർമ്മം ചെയ്യണം കേട്ടോ. ആര്? നിങ്ങളെല്ലാവരും. അപ്പം ഞാൻ ചിന്തിക്കണം, എന്താ എനിക്കിവരെന്ത് ദക്ഷിണ തരുന്നാവോ? നോക്കണേ, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാന്ന് നാട്ടുകാരോട് പറയുന്ന ആള് ചിന്തിക്കുക, എനിക്കെന്ത് ദക്ഷിണ കിട്ടുന്നു. അപ്പോഴോ അതാ പറഞ്ഞത്, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, ജീവിക്കാൻ ഒട്ടും എളുപ്പമല്ല. അപ്പോൾ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാനുള്ള ഒരു ഉപായത്തെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരും, പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലുള്ള ശാസ്ത്രങ്ങൾ. അതാണ് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യൂ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതെന്തോ ആവട്ടെ, ലൗകികമാകട്ടെ വൈദികമാകട്ടെ, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ നല്ലതാവട്ടെ ചീത്തയാകട്ടെ, നമ്മുടെ ദൃഷ്ടിയിലുള്ള കർമ്മം ഈശ്വര പൂജയായിട്ട് ചെയ്യുക. ഭഗവാനെ, ഈ കർമ്മത്തിലൂടെ ഞാൻ അങ്ങയെ പൂജിക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ഭാവന നമുക്ക് വരുമ്പോൾ അറിയാതെ ഫലേച്ഛ അകന്നു പോകും.
ഇത് മാത്രമേ ഉള്ളൂ ഫലേച്ഛാരഹിതമായി കർമ്മം ചെയ്യാനുള്ള ഉപായം. ഈശ്വരാർപ്പണമായി ചെയ്യാം. വ്യക്തമാണല്ലോ. അപ്പോഴാണ് രണ്ടാമത്തേലേക്ക് വരുന്ന കർമ്മഫലം അനുഭവിച്ചേ തീരൂ. കർമ്മഫലം അനുഭവിച്ചേ തീരൂ. കർമ്മമുണ്ട്, ഫലമുണ്ട്. ആ നിയമം ആർക്കും മാറ്റാൻ കഴിയില്ല. കർമ്മമുണ്ടോ, ഫലമുണ്ട്. ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കർമ്മം പോലും നേരെയാവില്ല. കർമ്മം നല്ലോണം ചെയ്തോളൂ, നല്ലോണം ഫലം വന്നോളും. നല്ല ഫലം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കർമ്മം നല്ലോണം ചെയ്യുക. ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഫലത്തെക്കുറിച്ച് ചിന്തിച്ചാലോ ഫലവും നന്നാവില്ല, കർമ്മവും നന്നാവില്ല. ഏതെങ്കിലുമൊക്കെ ജീവനക്കാർ അവരുടെ സംഘടനകളിൽ, തൊഴിൽ സംഘടനകളിൽ, ആർക്കും വിരോധം തോന്നരുത്, ഇപ്പം അധ്യാപകരാന്ന് വിചാരിച്ചോളൂ. അധ്യാപകർക്കൊരു സംഘടന ഉണ്ടാവും. ഒന്നല്ല, 100 കൂട്ടം സംഘടന ഉണ്ട്. എന്നാലും അതിലൊരു സംഘടന എടുക്കുക. അവരുള്ളിൽ ഏറ്റവും നടക്കുന്ന ചർച്ച എന്താ? അധ്യാപനം എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണോ, അല്ല പ്രതിഫലം എങ്ങനെ കൂടുതൽ കിട്ടും എന്നുള്ളതാണോ? അതെ, എല്ലാത്തിലും സംഘടനയാണ്. പോയി ആധ്യാത്മിക പ്രഭാഷണ സംഘടന വരെ ഉണ്ടത്രേ. ഭഗവാനേ, അവിടെയും വന്നു ആൾക്കാർ. കൊളത്തൂർ ആശ്രമം സ്വാമി, ആധ്യാത്മിക പ്രഭാഷക സംഘടനയുണ്ട്. അതിന് അല്ല സ്വാമി, അതിലൊരു മെമ്പർഷിപ്പ് എടുക്കണം. ഞാൻ ഒരു നോട്ടം നോക്കി, ഇത്രയേ ഉള്ളൂ. ഒന്നും പറഞ്ഞില്ല, ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ പോയി വരാം, അതാ നല്ലത്. അല്ലാണ്ട് എന്താ പറയുക? സപ്താഹ വായന ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ സംഘടനകൾ പൊതുവെ തന്നെ എൻ്റെ ബാധ്യതയും എൻ്റെ ഉത്തരവാദിത്വവും അല്ല അധികം ചിന്തിക്കുക, മറിച്ച് എനിക്കെന്ത് കിട്ടുന്നുള്ളതാ ചിന്തിക്കുക. അപ്പൊ കർമ്മം നന്നാവില്ല. കാരണം ചിന്ത മുഴുവൻ ഫലത്തിലാണല്ലോ. അതുകൊണ്ട് കർമ്മം നല്ലോണം ചെയ്യൂ, ഫലം നല്ലോണം വരും, ഉറപ്പ്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്ത് പ്രവൃത്തിയും സാക്ഷിഭാവത്തിൽ ചെയ്യുക. ഇത് പ്രാഥമിക തലത്തിൽ പറയേണ്ടതല്ല. ഇതാദ്യം പറഞ്ഞ രണ്ടിനോട് ചേർത്ത് പറയേണ്ടതല്ല. ഇത് വളരെ ഉയർന്ന ഒരു തത്വചിന്താ തലമാണ്. ഇത് പ്രാഥമിക തലത്തിൽ ഒരാൾക്ക് സാധിക്കുന്നതല്ല. മറിച്ച് ഉയർന്ന തത്വചിന്താ തലത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാം സാക്ഷിയാണ് ഞാൻ. ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല. അതുകൊണ്ട് ഉപാധികളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് മുഴുവൻ സാക്ഷിഭാവത്തിൽ, അവയാൽ ബന്ധിക്കപ്പെടാതെ അവയ്ക്ക് ഉപരി നിലകൊള്ളുക എന്നുള്ളതാണ് സദാ സാക്ഷിഭാവം സൂക്ഷിക്കുക എന്നുള്ളത്. ഇത് വളരെ വിശദമാക്കേണ്ടതാണ്. സാമാന്യം ഇത്ര പറഞ്ഞാൽ മതി. സങ്കല്പം ശുദ്ധമാകാൻ എന്ത് ചെയ്യണം? ദുഷിപ്പിക്കാതിരുന്നാൽ മതി. രണ്ട് കാര്യം ചെയ്താൽ മതി. രണ്ട് കാര്യം. മൂന്നാമതൊന്നും ചെയ്യണ്ട. ഒന്ന്, നിന്റെ പണി എന്താ വെച്ചാൽ അത് ചെയ്യാം. 2, മറ്റുള്ളവരുടെ പണി നോക്കാതിരിക്കുക. അത് മതി. ഒരു ശിഷ്യൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയി, ഗുരുനാഥ, എൻ്റെ ജീവിതത്തിൽ ശ്രേയസ്സിലേക്കുള്ളൊരു ഉപദേശം തരണം. പോയി ഒരു പണി നോക്കുന്നുണ്ടേ. ശിഷ്യൻ വളരെ ദുഃഖിതരായി. എന്താ ചെയ്യുക? കുറച്ചും കൂടിയൊക്കെ ശുദ്ധി സമ്പാദിക്കേണ്ടി വരും. ഒരാഴ്ച ജപിക്കുകയൊക്കെ ചെയ്ത് വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരുനാഥ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശ്രേയസ്സിന് ഉതകുന്നൊരു ഉപദേശം പറഞ്ഞു തരണേ. പോയിട്ട് നിന്റെ പണിയെടുക്ക്. ആകെ വിഷമായി. പോയി 1 മാസം കഴിഞ്ഞ് പിന്നെയും വന്നു. ഗുരുനാഥനോട് പറഞ്ഞു, ഗുരുനാഥ, എൻ്റെ ശ്രേയസ്സിന് ഉതകുന്ന ഉപദേശം എത്ര പ്രാവശ്യമായി ഞാൻ വരുന്നത്, ഞാൻ എത്ര പ്രാവശ്യമായി വരുന്നത്, പിന്നെ എന്താണ് ഒരു ഉപദേശം തരാത്തത്? അപ്പോഴും ഗുരുവാണ്, പോയി ഇതിൻ്റെ പണിയെടുക്കുന്നത്. ഇതല്ലേ വേണ്ടത്? വേറെന്താ വേണ്ടത്? നമ്മളെ പണിയെടുക്കണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ ഒരു കടലാസും പെന്നും വെച്ചോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഒന്ന് കാണുക, മനസ്സ് കാണുക. രാവിലെ ഉണർന്നത് മുതൽ ഇതുവരെ ഞാൻ എന്തൊക്കെ ചെയ്തു.
ഒന്ന് കാണാം. അതിൽ എത്ര എൻ്റെ പണിയെടുത്തതാണ്, എത്ര മറ്റുള്ളവരുടെ പണി നോക്കിയതാണെന്ന് നോക്കാം. എന്താ അവൾ അങ്ങനെ ഇരിക്കണത്? അജ്ജാതിയിലെടുത്തോ? എന്താ അവനങ്ങനെ? അവൻ്റെ ഒരു നടത്തം കണ്ടോ? അവൻ്റെ കുപ്പായം കണ്ടോ? അങ്ങനെയൊക്കെയാ വസ്ത്രം ധരിക്കുക? ഒരു മാന്യത വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ? എടാ, നീ നിന്റെ കാര്യം നോക്കണം. ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ സ്വാമി, ഒരു സംസ്കാരമില്ല. അവർ ഉടുപ്പ് കണ്ടാൽ തന്നെ ലജ്ജയാവും. എടാ, നീ നിന്റെ കാര്യം നോക്ക്. മറ്റുള്ളവരുടെ നിന്റെ ജോലി സൂപ്പർവൈസർ ജോലിയാണെങ്കിൽ മറ്റുള്ളവരെ നോക്കണം, അത് വേണം. നീ ഓവർസിയറാണ്, സൂപ്പർവൈസർ ആണെങ്കിൽ നീ നോക്കണം. അല്ലാതെ നീ നോക്കരുത്. നീ ഒരു മാനേജറാണെങ്കിൽ നോക്കേണ്ടി വരും. അവരെന്ത് ചെയ്യണം, അവളെന്ത് ചെയ്യണം നോക്കണം. അതിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് നിരൂപണം ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും. ഇത് മാത്രം ചെയ്താൽ തന്നെ അന്ധകരണ ശുദ്ധാവും. ഒന്ന് ശ്രമിച്ചു നോക്കും. ഒരു 41 ദിവസം, ഒരു മണ്ഡലകാലം. വരുന്നതിനെ സ്വീകരിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക. വരുന്നതിനെ സ്വീകരിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക. മതി, അന്ധകരണ ശുദ്ധാവും. ഒരു സംശയമില്ല. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും മന്ത്രജപങ്ങൾ കൂടി ചെയ്താലോ ശ്രേഷ്ഠായി. കാരണം അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതിൽ ഏറ്റവും ശക്തിയുള്ളതാണ് ജപം. ജപത്തിൻ്റെ ശക്തി എത്രയെന്ന വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജീവിതക്രമം പാലിച്ചുകൊണ്ട് ജപം ചെയ്യുക. ഇപ്പൊ സ്വധർമ്മം ചെയ്യുക, പരധർമ്മം ചെയ്യാതിരിക്കുക, ജപം അനുഷ്ഠിക്കുക. ചെയ്തു നോക്കും. ബാക്കി ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇത്ര മതി. ഇത്ര ചെയ്താൽ തന്നെ ഏറെയായി. സ്വാമിജിയുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ഒരാൾ ആണ് ഞാൻ. തർക്കടൊന്നുമില്ല. വീഡിയോകൾ കാണുക, കണ്ടാൽ മാത്രം പോരാ. ലൈക്ക്, പിന്നെന്താ ഷെയർ, പിന്നെന്താ സബ്സ്ക്രൈബ്. അത് തന്നെ. നിങ്ങൾ കണ്ടിട്ട് എനിക്കെന്ത് ഗുണമാണ്? സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ലൈക്ക് ഓർ ഡിസ്ലൈക്ക് രണ്ടാലും കുഴപ്പമില്ല. ലൈക്കിനെ കൊള്ളുന്നില്ല. ലൈക്കായാലും കൊള്ളാം, ഡിസ്ലൈക്ക് ആയാലും കൊള്ളാം. എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവണം. ഇതൊരു പ്രതികരണമില്ലാണ്ട് കണ്ടുപോയിട്ട് കാര്യമില്ല. ശരി, ഇരിക്കട്ടെ. സ്വാമിജി ഹിന്ദു ആചാരങ്ങൾക്കെതിരായി പറയാറില്ല എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ ഭഗവാനെ, ഹിന്ദു ആചാരങ്ങൾക്കെതിരായി പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ജീവിക്കുമോ? നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ഈ ഹിന്ദുധർമ്മത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയും ഹിന്ദുധർമ്മത്തിൻ്റെ കാലോചിതമായ മഹിമയ്ക്ക് വേണ്ടിയുമാണ്. അതുകൊണ്ട് ആര് വർഗീയവാദി എന്ന് വിളിച്ചാലും ഒരു പ്രശ്നം എനിക്കില്ല. തീവ്രവാദി എന്ന് വിളിക്കുന്നവരുണ്ട്. തീവ്രവാദി, വർഗീയവാദി, ചാണകസ്വാമി, എന്തൊക്കെ പേരാണെന്നറിയോ? സംഖ്യസ്വാമി, പല പേരുമുണ്ട്. അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നു. കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്. വിളിക്കുന്നവർക്ക് വിളിക്കാം. പക്ഷെ എന്തിനു വേണ്ടി വെച്ചാൽ കേവലം ഹിന്ദുധർമ്മത്തിനും വേണ്ടി മാത്രം. ഒരു മതേതരത്വം എനിക്കില്ല. ഉള്ള പറഞ്ഞാൽ എന്താ? തുറന്നു പറയുകയാണ്. യാതൊരു മതേതരത്വവും ഇല്ല. എല്ലാ മതങ്ങളെയും ഞാൻ ആദരിക്കുന്നു. എല്ലാ മതവിശ്വാസങ്ങളെയും ഞാൻ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ആ സ്നേഹം കാണിക്കാൻ അവൻ്റെ ആചാരം ഞാൻ ചെയ്യുക, അതില്ല. അവനോട് അവൻ്റെ ആചാരം ചെയ്യാൻ പറയും. ആശ്രമത്തിൽ ഒരു മാനസിക പ്രയാസവുമായോ ജീവിതത്തിൽ ഒരു മാർഗദർശനത്തിന് വേണ്ടിയോ ക്രിസ്ത്യാനി വന്നാൽ ക്രിസ്തീയ ആചാരങ്ങൾ ചെയ്യാൻ അവനോട് ഞാൻ പറയും. ആശ്രമത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ടൊരു മുസൽമാൻ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ആചാരങ്ങൾ ചെയ്യാൻ ഞാൻ പറയും. ചെയ്യും, അവൻ തന്നെ ചെയ്യാറ്. പക്ഷേ ഞാൻ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ്റെ ആചാരങ്ങൾ ചെയ്യുക, അവനെ പോലെ വട്ടത്തൊപ്പിയിട്ട് നടക്കാവുന്നു ഞാൻ ചെയ്യില്ല. എനിക്ക് എൻ്റെ ആചാരങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ മതേതരത്വമൊന്നും എനിക്കില്ല. പക്ഷേ എന്താ പിന്നൊരു പക്ഷേ, ഈ അടുത്ത് കണ്ട ഒരു വീഡിയോയിൽ സ്വാമിജി പറയുന്നത് ശ്രദ്ധിച്ചു. ക്ഷേത്രങ്ങളിൽ മാറി നിൽക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു മന്ത്രം പോലെ ആയിരിക്കുന്നു എന്ന്. എല്ലാവരെയും അകറ്റുന്നതിന് പകരം ഒന്ന് ചേർത്ത് നിർത്തണ്ടേ എന്നും. ചേർത്ത് നിർത്തണ്ടേ?